ഞായറാഴ്ച ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ചേട്ടൻ വന്ന് പറഞ്ഞ് പെട്ടെന്ന് റെഡി ആയിക്കോ, തുണിയും തോർത്തും സോപ്പും എല്ലാം എടുത്തോ, നമ്മളൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോവുകയാണെന്ന്. അവിടെ ചെന്നപ്പോഴാണ് വെള്ളച്ചാട്ടം, അടിപൊളി വെള്ളച്ചാട്ടം. കല്ല വല്ലം കിട്ടിയെന്ന് അമ്മയാണ് ഞാൻ തലയറിഞ്ഞ് പൊട്ടിച്ചനെ. ഇത്രയും വലിയ പെട്ടിയും തൂക്കി പിടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും വെള്ളച്ചാട്ടവും ഇല്ല. ഇതൊക്കെ എന്തിനടേ ഒത്തുപൂരം വെള്ളം പറഞ്ഞതിനെ വെള്ളച്ചാട്ടം എന്നും പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കൊണ്ട് പറ്റിച്ചത്. പിന്നെ ഞാനതൊക്കെ അങ്ങ് സഹിച്ച് വെള്ളം കണ്ടപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി. പണ്ട് തോട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര പേടിയാണ്. നീക്കോലി, നീർപ്പളകൻ, പാമ്പ്, പിന്നെ ഞണ്ട്, കൊഞ്ച്, ഇതിനൊക്കെ ഭയങ്കരമായ പേടിയാണ് ഇപ്പം. പണ്ടത്തെ പോലെയൊന്നുമല്ല, പ്രായമായി വരുന്നില്ലേ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ട് വെള്ളത്തിലോട്ടിറങ്ങി ഈ കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് തോന്നും അത്ര താഴ്ചയൊന്നുമില്ലെന്ന്. പക്ഷേ എൻ്റെ തലവരെ വെള്ളം ഉണ്ടായിരുന്നു. ആ കാണുന്നത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം വെള്ളം കുടിച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ എൻ്റെ ചേട്ടൻ തൂക്കിയെടുത്തതാണ്. ഞാൻ അങ്ങേരെ തോളിൽ കയറി ഇരിപ്പായി. പിന്നെ അവിടെ അങ്ങനെ 1.5 മണിക്കൂറോളം ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങാതെ അങ്ങേരെ തലയിൽ പിടിച്ച് അതേപടി ഇരിപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടൊന്ന് കരയ്ക്ക് കൊണ്ട് കയറ്റണതുമില്ല, കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒതുക്കി നിർത്തണതുമില്ല. എനിക്കാണെങ്കിൽ ഇതുപോലുള്ളൊരു പേടി. ഞാൻ അവിടെ കിടന്ന് കച്ചവും പുച്ചവും വിളിച്ച് അപ്പുറത്തേയും ഇപ്പുറത്തെയും വീടുകളിലുള്ള ആൾക്കാരൊക്കെ വന്ന് ഇടയ്ക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഇത് തലവലാതി ഇങ്ങനെ കിടന്ന് വിളിക്കണേന്ന് പറഞ്ഞും കൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ നാണവമാനമൊക്കെ അവിടെ അങ്ങ് പോയി. കാരണം നമുക്ക് പെട്ടെന്നൊരു അപകടാവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മളെ ഭയമൊക്കെ പോയി, നമ്മൾ അവിടെ കിടന്ന് കീറി പൊളന്ന് വിളിക്കുമല്ലോ. അമ്മാതിരി ഒരു അവസ്ഥയെന്ന് എനിക്ക്. ഇത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും മക്കളുമായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അവസാനം എന്നെ കൊണ്ടുവന്ന് കരയ്ക്കടുപ്പിച്ച്. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ വന്ന ചെറിയ കാലിൻ്റെ അതുവരെയുള്ള വെള്ളത്തിൽ വന്നിരുന്ന് ഞാനും എൻ്റെ മക്കളും കൂടി കുളിക്കാൻ തുടങ്ങി. നല്ല എൻജോയിങ് ആയിരുന്നു അന്നത്തെ ദിവസം. അതുമാത്രമല്ല, പോയതിൽ നഷ്ടപ്പെട്ടെന്ന് പറയാൻ വലിയൊരു വെള്ളച്ചാട്ടം ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അത് മാത്രം എനിക്ക് കിട്ടിയില്ല. വെള്ളച്ചാട്ടം പോയിട്ട് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഒരു സ്ഥലം, 2 സൈഡ് റബ്ബറാണ്, അതിൻ്റെ നടുക്ക് കൂടി ഒഴുകണ ഒരു തോട്, നല്ല ഭംഗിയുള്ള സ്ഥലം. പിന്നെ ആ തോടിൻ്റെ അങ്ങേ അറ്റമായിട്ട് ചെറിയ മുള ചാഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ പേടിയായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇതിനിടയ്ക്ക് കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ് ഈ വലിയ ആൾക്കാരുടെ, പ്രത്യേകിച്ച് തന്തമാരുടെ. ഇവരൊരു വലയും വെച്ചും കൊണ്ട് കൊച്ചു പിള്ളേരെ പോലെ അവിടെ ഇരുന്ന് മീൻ പിടിക്കാൻ തുടങ്ങി. കൊഞ്ച്, ഞണ്ട്, മീൻ. പിന്നെ എൻ്റെ ചേട്ടന് ഇതൊന്നും താല്പര്യമില്ല, ശരീരം അനങ്ങുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ ചേട്ടൻ ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നു. ചേട്ടൻ്റെ കൂട്ടുകാരനായ സന്തോഷമായിട്ടാണ് മീനും കൊഞ്ചും കുട്ടികളെ കൂടെ പിടിക്കാൻ വേണ്ടി കൂടിയത്. അവസാനം പിടിച്ചു വെച്ചിരുന്ന ബക്കറ്റിലെ മീനെല്ലാം കൂടി എൻ്റെ മോൻ എന്ത് ചെയ്തു, അവസാനം പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഒരു ഹിഡൻ സ്പോട്ടാണ്, ആർക്കും അറിയില്ലെന്ന്. ഇതാ കാണുന്ന പാലം നിങ്ങൾ കണ്ട, അതെന്ന് പറയുന്ന ഒരു റോഡാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം വീടുകളുണ്ട്, ആൾക്കാരുണ്ട്. ഈ ആൾക്കാരുള്ള സ്ഥലം എങ്ങനെയാണ് ഹിഡൻ സ്പോട്ടാവണത്? ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ നേരെ പോയത് സന്തോഷേൻ്റെ പാടിയിലേക്കാണ്. അവിടെ ചെന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് പോയത് കേട്ടോ. പോണ വഴിക്കും ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 5:30-6 മണിയായി. പിന്നെ ഇതൊക്കെ ഒന്ന് അടുപ്പിക്കയറ്റി വന്നപ്പോൾ 7-8 മണിയായി. അതുവരെ പിള്ളേരൊക്കെ വിശന്ന് കിറങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഇത് ഒരു പാടെന്ന് പറഞ്ഞാൽ ഈ ചാർക്കോളൊന്ന് കത്തി വരണം, ആ കഷ്ടപ്പാടാണ് അവിടെ കാണുന്നത്. അവസാനം ചിക്കനെല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് ചിക്കനൊക്കെ ആയി തുടങ്ങി. പതിയെ ഞങ്ങൾ പിന്നെ ഇവർ പോയി പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് വന്ന് പിള്ളേർക്കൊക്കെ പിന്നെ കൊടുത്ത് ഞങ്ങളും കഴിച്ചു. ഞങ്ങൾ അന്നേ ദിവസം രാത്രി 9 മണിക്കുള്ള കറുപ്പിൻ്റെ ഷോയൊക്കെ മാറ്റി വെച്ചാണ് ഞങ്ങൾ ഈ പരിപാടിയിലോട്ട് വൈകുന്നേരം ഇറങ്ങിയത്. ഞങ്ങൾ പോയപ്പോൾ വിചാരിച്ചില്ല, ഞങ്ങൾ നേരത്തെ വരുമെന്നാണ് കരുതിയത്. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് തിയേറ്ററിൽ പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ വിളിച്ച് പിന്നെ ബുക്ക് ചെയ്ത ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത്. പിന്നെ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് നൈസിനെ സ്കൂട്ടായി വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.